തടസ്സപ്പെട്ട പെനാൽറ്റി ഷൂട്ടൌട്ട് വീണ്ടും 1-1 പുനരാരംഭിക്കുകയാണ്. ആദ്യം മുതൽ ഇരു ടീമുകളും 5 കിക്കുകൾ വീതം എടുക്കുന്നതായിരിക്കും. ഇരു ടീം മാനേജ്മെന്റിന്റെയും സമ്മതപ്രകാരം സംഘാടകരുടെ നിർദ്ദേശത്തിന് ഇരു ടീമും സഹകരിച്ചതിൽ ഇരു ടീം മാനേജ്മെന്റിനും നന്ദി അറിയിക്കുന്നു. ടിങ്കിൾ സ്റ്റാർ ടീം മാനേജ്മെന്റിനും ബെൽജിയം FC ടീം മാനേജ്മെന്റിനും സംഘാടക സമിതിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് നമ്മുടെ ടൂർണമെന്റാണ്, നമ്മുടെ സംഘാടനമാണ് എന്നുള്ള ചിന്തയോടുകൂടെ സംഘാടക സമിതിയോട് സഹകരിച്ച ഇരു ടീം മാനേജ്മെന്റിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, രണ്ടാം സെമിഫൈനൽ മത്സരത്തിൽ കളിക്കേണ്ട ടീമിനെ കണ്ടെത്തുവാനായി ഇതാ പെനാൽറ്റി ഷൂട്ടൌട്ട് ആരംഭിക്കുന്നു. ആദ്യ കിക്ക് എടുക്കാൻ എത്തുന്നു ബെൽജിയം FC. ചില സാങ്കേതിക കാരണങ്ങളാൽ ഇടയ്ക്ക് വെച്ച് തടസ്സപ്പെട്ട മത്സരം പുനരാരംഭിക്കുകയാണ്. ഇരു ടീമുകളും ബെൽജിയം FCയും ടിങ്കിൾ സ്റ്റാർ FCയും അവരുടെ സമ്മതപ്രകാരം പെനാൽറ്റി ഷൂട്ടൌട്ട് ഇതാ നടക്കാൻ പോകുന്നു. ആദ്യ കിക്ക് എടുക്കുവാൻ തയ്യാറെടുക്കുകയാണ് ബെൽജിയം FC.
പെനാൾട്ടി ഷൂട്ടൌട്ടിൽ ടിങ്കിൾ സ്റ്റാർ ഫ്രണ്ട്സിനെ മറികടന്നുകൊണ്ട് ബെൽജിയം FC രണ്ടാം സെമിഫൈനൽ കളിക്കുവാൻ യോഗ്യത നേടിയിരിക്കുന്നു. നേരത്തെ തടസ്സപ്പെട്ട സ്ഥലം മുതൽ ഫ്രീ കിക്ക് നടത്തി വിജയികളെ കണ്ടെത്തിയിരിക്കുകയാണ്. സംഘാടക സമിതിയോട് സഹകരിച്ച ടിങ്കിൾ സ്റ്റാർ FCക്കും ബെൽജിയം FCക്കും അവരുടെ മാനേജ്മെന്റിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ടൂർണമെന്റ് നമ്മുടെ വിജയം എന്നുള്ള ചിന്തയോടുകൂടി സംഘാടകരോട് സഹകരിച്ചതിന് 1000 നന്ദി ടിങ്കിൾ സ്റ്റാർ FC ആൻഡ് ബെൽജിയം FC. രണ്ടാം സെമിഫൈനൽ മത്സരം ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുന്നതാണ്. ഈ ടൂർണമെന്റിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്ന ടീമിന് അന്തോണി അർപ്പിച്ച മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയും 10,000 രൂപ ക്യാഷ് അവാർഡും, രണ്ടാം സ്ഥാനം കരസ്ഥമാക്കുന്ന ടീമിന് റൂബൻസ് മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയും 7,000 രൂപ ക്യാഷ് അവാർഡും സമ്മാനമായി നൽകുന്നു. ഒന്നാം സമ്മാനം സ്പോൺസർ ചെയ്ത അഭിജിത്ത് ആന്റണിക്കും രണ്ടാം സമ്മാനം സ്പോൺസർ ചെയ്ത ലിറ്റിൻ ആഞ്ചലീസിനും സംഘാടക സമിതിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഓരോ മത്സരങ്ങളിലെയും മികച്ച കളിക്കാരന് നൽകുന്ന വ്യക്തിഗത മെമന്റോ സ്പോൺസർ ചെയ്ത സ്പൈഡർ ഫാഷൻ ഹബിനും 500 രൂപയുടെ ഗിഫ്റ്റ് വോച്ചർ സമ്മാനമായി നൽകിയ അലക്സിസ് സ്പോർട്സിനും സംഘാടക സമിതിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ ടൂർണമെന്റിന്റെ നല്ല നടത്തിപ്പിനായി ഞങ്ങളെ സാമ്പത്തികമായി സഹായിച്ച പ്രവാസി സഹോദരങ്ങൾക്കും നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾക്കും ഉദ്യോഗസ്ഥർക്കും മറ്റ് സ്ഥാപന ഉടമകൾക്കും സംഘാടക സമിതിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ മത്സരം തത്സമയം സംപ്രേഷണത്തിനായി ഞങ്ങളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന വെബ് സ്ട്രീമിംഗ് ടീമിലെ എല്ലാ സാങ്കേതിക വിദഗ്ധർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ശബ്ദവും വെളിച്ചവും നൽകി ഞങ്ങളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന സാജൻ ആന്റണിക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. എല്ലാത്തിനും ഉപരി ഈ ടൂർണമെന്റ് ഇത്ര ഗംഭീരമായി സംഘടിപ്പിക്കാൻ അഹോരാത്രം പ്രയത്നിച്ച ഉദയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിലെ എല്ലാ ഭാരവാഹികൾക്കും ഇടവക ജനങ്ങളുടെ പേരിൽ ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. രണ്ടാം സെമിഫൈനൽ മത്സരത്തിനായി ടിങ്കിൾ സ്റ്റാർ വൈറ്റ് FCയും ബെൽജിയം FCയും എത്രയും വേഗം മൈതാനത്തിൽ ഇറങ്ങേണ്ടതാണ്. സമയം അതിക്രമിച്ചതിനാൽ സമയബന്ധിതമായി നമുക്ക് മത്സരങ്ങൾ പൂർത്തീകരിക്കേണ്ടതുള്ളതിനാൽ എല്ലാ ടീമും സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ബെൽജിയം FC ടീം എത്രയും വേഗം കളിക്കളത്തിൽ ഇറങ്ങേണ്ടതാണ്. രണ്ടാം സെമിഫൈനൽ മത്സരം ഉടൻ ആരംഭിക്കേണ്ടതുണ്ട്. നമ്മുടെ ഗ്രൗണ്ടിന്റെ സമയപരിധി നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ അധിക ചെലവ് ഒഴിവാക്കുവാൻ എല്ലാ ടീം മാനേജ്മെന്റും സംഘാടകരോട് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. രണ്ടാം സെമിഫൈനൽ മത്സരത്തിൽ ടിങ്കിൾ സ്റ്റാർ വൈറ്റ് FCയും ബെൽജിയം FCയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അത്യുജ്വലവും ആവേശകരവുമായ ഈ രണ്ടാം സെമിഫൈനൽ മത്സരം കണ്ട് ആസ്വദിക്കുവാൻ ഈ നാട്ടിലെ മുഴുവൻ ഫുട്ബോൾ പ്രേമികളെയും കാർമൽ സ്പോർട്സ് ക്ലബിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ലോകവ്യാപകമായി ഈ മത്സരം തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കായിക പ്രേമികൾക്കും സംഘാടക സമിതിയുടെ സ്വാഗതം. അതോടൊപ്പം നിങ്ങളോടൊപ്പം തത്സമയം കളി വിവരണമായി പരുത്തിയൂർ സെന്റ് മേരീസ് അസോസിയേഷൻ ദുബായ് UAE മീഡിയ റൂമിൽ നിന്നും നിങ്ങൾക്കൊപ്പം ഞാൻ രാജൻ K. പരുത്തിയൂർ.
പ്രിയപ്പെട്ട ഫുട്ബോൾ പ്രേമികളെ, ഉദയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന ഇൻഡിപെൻഡൻസ് കപ്പിന്റെ രണ്ടാം സെമിഫൈനൽ മത്സരത്തിൽ ഇതാ ബെൽജിയം എഫ് സിയും ടിങ്കിൾ സ്റ്റാർ വൈറ്റ് എഫ് സിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. തൂവെള്ള ജേഴ്സിയിൽ ടിങ്കിൾ സ്റ്റാർ വൈറ്റും മഞ്ഞ ജേഴ്സിയിൽ ബെൽജിയം എഫ് സിയും ഇതാ മൈതാനത്തിൽ അണിനിരന്നിരിക്കുകയാണ്. അത്യുജ്വലവും ആവേശകരവുമായ ഒരു സെമിഫൈനൽ മത്സരം നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് അവർ നിറവേറ്റും എന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഈ മത്സരം ലോകവ്യാപകമായി തത്സമയം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ലിങ്ക് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമ്മുടെ വിജയം. പരുത്തിയൂരിലെ മികച്ച 16 ടീമുകളെ അണിനിരത്തിക്കൊണ്ട് സംഘടിപ്പിച്ച ഉദയ ഇൻഡിപെൻഡൻസ് കപ്പ് അവസാന രണ്ടിലേക്ക് ചുരുങ്ങുവാനുള്ള മത്സരം, രണ്ടാം സെമിഫൈനൽ മത്സരം ഇതാ ആരംഭിച്ചിരിക്കുന്നു. ബെൽജിയം എഫ് സിക്ക് അനുകൂലമായ ഗോൾ കിക്ക്, ടിങ്കിൾ സ്റ്റാറിന്റെ ക്ലിയറൻസ് ആൻഡ് മുന്നേറ്റം. ബെൽജിയം എഫ് സി ബെൽജിയം എഫ് സിക്ക് അനുകൂലമായ ഫൗൾ കിക്ക്. അലക്ഷ്യമായി അടിച്ചു കളഞ്ഞിരിക്കുന്നു ബെൽജിയം എഫ് സി. ടിങ്കിൾ സ്റ്റാറിന്റെ മുന്നേറ്റം, മനോഹരമായ ക്രോസ്, പിടിച്ചെടുത്ത് മുന്നേറുന്നു ബെൽജിയം എഫ് സി. വീണ്ടും ടിങ്കിൾ സ്റ്റാറിന്റെ ക്ലിയറൻസ്, വീണ്ടും ബെൽജിയം എഫ് സിയുടെ മുന്നേറ്റം, അനിറ്റന്റെ ഇന്റർസെപ്ഷൻ. ബെൽജിയം എഫ് സിയുടെ ആക്രമണം മധ്യവരേക്ക് വച്ചത് തന്നെ അനിറ്റൻ തടസ്സപ്പെടുത്തിയിരിക്കുന്നു. ടിങ്കിൾ സ്റ്റാർ എഫ് സിക്ക് അനുകൂലമായ ഫൗൾ കിക്ക്. കിക്ക് എടുക്കാൻ എത്തുന്നു കെജിസ്റ്റൻ. ഷോർട്ട് കിക്കായി എടുത്തിരിക്കുന്നു. ടിങ്കിൾ സ്റ്റാറിന്റെ മുന്നേറ്റം, വീണ്ടും ടിങ്കിൾ സ്റ്റാറിന്റെ കാലുകളിൽ പന്ത്. ബെൽജിയം എഫ് സിക്ക് അനുകൂലമായ ഫൗൾ കിക്ക്, അത് ഷോർട്ട് കിക്കായി എടുത്തിരിക്കുന്നു. ഒരു ലോങ് റേഞ്ചർ യാതൊരു അപകടവും വിതയ്ക്കാതെ ക്രോസ് ബാറിന് മുകളിലൂടെ പറന്നു പോകുന്നു. വീണ്ടും ടിങ്കിൾ സ്റ്റാറിന്റെ മുന്നേറ്റം, ബെൽജിയം എഫ് സിയുടെ ക്ലിയറൻസ് ത്രോയിനായി മാറുന്നു. ക്ഷമിക്കണം, വീണ്ടും ബെൽജിയം എഫ് സിയുടെ മുന്നേറ്റം. ബെൽജിയം എഫ് സി താരത്തിന് ഇതാ ഒരു മഞ്ഞ കാർഡ് കിട്ടിയിരിക്കുന്നു. മത്സരം പരുക്കനായാൽ റഫറിയുടെ ജോലി കൂടും. മഞ്ഞയും ചുവപ്പും കാർഡുകൾ പൊങ്ങിക്കൊണ്ടേയിരിക്കും. ടിങ്കിൾ സ്റ്റാർ എഫ് സിക്ക് അനുകൂലമായ ഫൗൾ കിക്ക്. ടിങ്കിൾ സ്റ്റാറിന്റെ താരം പേശിവലിവ് മൂലം മൈതാനത്തിൽ വീണ് കിടക്കുന്നു. പ്രാഥമിക ചികിത്സ നൽകുന്നു സഹ കളിക്കാരനായ കെജിസ്റ്റൻ. ഫസ്റ്റ് എയ്ഡ് ടീം വന്ന് പരിചരണം നടത്തുന്നു. ബെൽജിയം എഫ് സിയും ടിങ്കിൾ സ്റ്റാർ വൈറ്റ് എഫ് സിയും തമ്മിലുള്ള രണ്ടാം സെമിഫൈനൽ മത്സരമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട ഫുട്ബോൾ പ്രേമികളെ, രണ്ടാമത്തെ ഫൈനലിസ്റ്റ് ആര് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ആവേശകരമായ മത്സരമാണ് രണ്ടാം സെമിഫൈനൽ മത്സരം. ആദ്യ സെമിഫൈനൽ മത്സരത്തിൽ അടയങ്കപ്പ എഫ് സിയെ തോൽപ്പിച്ച് ചങ്സ് എഫ് സി ഇൻഡിപെൻഡൻസ് കപ്പ് ചരിത്രത്തിൽ ആദ്യമായി ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അവർക്ക് എതിരാളിയായി ഫൈനലിൽ ആര് എത്തും എന്ന് കണ്ടെത്തുവാനുള്ള രണ്ടാം സെമിഫൈനൽ മത്സരമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ടിങ്കിൾ സ്റ്റാർ വൈറ്റ് എഫ് സിയും ബെൽജിയം എഫ് സിയും തമ്മിലുള്ള രണ്ടാം സെമിഫൈനൽ മത്സരം പുരോഗമിക്കുന്നു.
ടിങ്കിൾ സ്റ്റാറിന്റെ മുന്നേറ്റം. ടിങ്കിൾ സ്റ്റാറിന് അനുകൂലമായ ത്രോയിൻ. ബെൽജിയത്തിന് അനുകൂലമായ ത്രോയിൻ. വീണ്ടും ടിങ്കിൾ സ്റ്റാറിന്റെ അനറ്റിന്റെ കാലുകളിൽ പന്തുകൾ. ടിങ്കിൾ സ്റ്റാറിന്റെ മുന്നേറ്റം. ജോയ്. ബെൽജിയം എഫ്സിക്ക് അനുകൂലമായ ത്രോയിൻ. വീണ്ടും ത്രോയിൻ. ഇരു ടീമുകളും അത്യന്തം ആവേശത്തോടുകൂടെ പോരടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോങ് ത്രോയിൻ അതിമനോഹരമായി കുത്തി അകറ്റിയിരിക്കുന്നു ടിങ്കിൾ സ്റ്റാർ ഗോൾ കീപ്പർ. അപകടം ഒഴിവായി എന്ന് പറയാം. അതിമനോഹരമായ ഒരു ലോങ് റേഞ്ച് ആയിരുന്നു. വീണ്ടും ടിങ്കിൾ സ്റ്റാറിന്റെ മുന്നേറ്റം. ബാക്ക് പാസ്. ജോയുടെ ഒരു പാസ്. കെജിസ്റ്റന്റെ ഒരു സ്കിൽ. ടിങ്കിൾ സ്റ്റാറിന് അനുകൂലമായ ത്രോയിൻ. ടിങ്കിൾ സ്റ്റാറിന് അനുകൂലമായ ഫൗൾ കിക്ക്. അത് ഷോർട്ട് കിക്കായി എടുത്തിരിക്കുന്നു. ലോങ് റേഞ്ചർ അപകടമില്ലാതെ പുറത്തു പോകുന്നു. ബെൽജിയം എഫ്സിക്ക് അനുകൂലമായ ത്രോയിൻ. ഉദയ ഇൻഡിപെൻഡൻസ് കപ്പിന്റെ രണ്ടാം സെമിഫൈനൽ മത്സരമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ബെൽജിയം എഫ്സിക്ക് അനുകൂലമായ ത്രോയിൻ. അത് ഗോൾ കിക്കായി മാറിയിരിക്കുന്നു. ടിങ്കിൾ സ്റ്റാറിന് അനുകൂലമായ ത്രോയിൻ. ടിങ്കിൾ സ്റ്റാറിന്റെ ഒരു ബാക്ക് പാസ്. ജോയ്. ബെൽജിയത്തിന്റെ മുന്നേറ്റം. അതിമനോഹരമായി ഒരു ഇടപെടൽ നടത്തിയിരിക്കുകയാണ് ടിങ്കിൾ സ്റ്റാറിന്റെ ഗോൾ കീപ്പർ. അപകടം ഒഴിവാക്കിയിരിക്കുന്നു. ബെൽജിയം എഫ്സിക്ക് അനുകൂലമായ കോർണർ കിക്ക്. ഗുഡ് സേവ്. ബെൽജിയം എഫ്സിക്ക് അനുകൂലമായ കോർണർ കിക്ക്. ടിങ്കിൾ സ്റ്റാറിന് അനുകൂലമായ ഗോൾ കിക്ക്. കിക്ക് എടുക്കുന്നു ജോയ്. കോളം എഫ്സിയുടെ താരമാണ്. സാങ്കേതിക തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു.
ടിങ്കിൾ സ്റ്റാറിന്റെ മുന്നേറ്റം. പ്രിയപ്പെട്ടവരെ, ഉദയ ഇൻഡിപെൻഡൻസ് കപ്പിന്റെ രണ്ടാം സെമിഫൈനൽ മത്സരമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ സെമിഫൈനൽ മത്സരത്തിൽ അടയങ്കപ്പ FCയെ തോൽപ്പിച്ച് ചങ്സ് FC ഫൈനലിൽ കടന്നിരിക്കുന്നു. അവർക്ക് എതിരാളികൾ ആര് എന്ന് നിർണയിക്കുന്ന രണ്ടാം സെമിഫൈനൽ മത്സരമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാം സെമിഫൈനലിന്റെ ആദ്യ പകുതി അവസാനിച്ചിരിക്കുന്നു. ഇരു ടീമുകളും ഗോൾ രഹിത സമനില പാലിക്കുന്നു. ഈ ടൂർണമെന്റിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്ന ടീമിന് അന്തോണി അർപ്പിച്ച മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും 10,000 രൂപ ക്യാഷ് അവാർഡും, രണ്ടാം സ്ഥാനം കരസ്ഥമാക്കുന്ന ടീമിന് റൂബൻസ് മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും 7,000 രൂപ ക്യാഷ് അവാർഡും സമ്മാനമായി നൽകുന്നതായിരിക്കും. ആദ്യ സെമിഫൈനൽ മത്സരത്തിൽ 3-2 എന്ന സ്കോറിന് അടയങ്കപ്പ FCയെ കീഴ്പ്പെടുത്തി ഇൻഡിപെൻഡൻസ് കപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ് ചങ്സ് FC. ടിങ്കിൾ സ്റ്റാർ FCക്ക് അനുകൂലമായ ഒരു ഫ്രീ കിക്ക്. വീണ്ടും മഞ്ഞ കാർഡ് പുറത്തെടുത്തിരിക്കുന്നു റഫറി സച്ചിൻ വൈറ്റ്മാൻ. ടിങ്കിൾ സ്റ്റാറിന്റെ മുന്നേറ്റം. ടിങ്കിൾ സ്റ്റാറിന്റെ അതിശക്തമായ ഒരു ക്ലിയറൻസ്. ഉദയ ഇൻഡിപെൻഡൻസ് കപ്പിന്റെ രണ്ടാം സെമിഫൈനൽ മത്സരമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ടിങ്കിൾ സ്റ്റാറിന് അനുകൂലമായ കോർണർ കിക്ക്. വീണ്ടും ടിങ്കിൾ സ്റ്റാറിന്റെ മുന്നേറ്റം. ബെൽജിയത്തിന്റെ ശക്തമായ പ്രതിരോധം. ഇൻഡിപെൻഡൻസ് കപ്പിന്റെ രണ്ടാം സെമിഫൈനൽ മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യ പകുതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇരു ടീമുകളും ഗോൾ രഹിത സമനില പാലിക്കുന്നു. ഈ ടീമിൽ ആരാണ് ഫൈനലിൽ കടക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ബെൽജിയം FC ആണ് ഫൈനലിൽ കടക്കുന്നതെങ്കിൽ ഇൻഡിപെൻഡൻസ് കപ്പിന്റെ ടൂർണമെന്റ് ചരിത്രത്തിൽ ആദ്യമായി രണ്ട് പുതിയ ടീമുകൾ തമ്മിൽ ഫൈനലിൽ ഏറ്റുമുട്ടും. ഇല്ല, ടിങ്കിൾ സ്റ്റാർ ആണ് ഫൈനലിൽ കടക്കുന്നതെങ്കിൽ അത് ചരിത്രത്തിന്റെ ഒരു ആവർത്തനമായി മാറും. കായിക പ്രേമികളെ, ഫുട്ബോൾ പ്രേമികളെ, ഉദയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ ഇൻഡിപെൻഡൻസ് കപ്പ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ രണ്ടാം സെമിഫൈനൽ മത്സരമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ബെൽജിയം FCക്ക് അനുകൂലമായ ഒരു ഫൗൾ കിക്ക്. ബെൽജിയം FCയുടെ ഫ്രീ കിക്ക്. പ്രതിരോധ മതിലിൽ തട്ടിത്തെറിച്ചിരിക്കുന്നു. വീണ്ടും പന്ത് ബെൽജിയം FCയുടെ കാലുകളിൽ. ഒരു ലോങ് കിക്ക്. യാതൊരുവിധ അപകടവും കൂടാതെ ക്രോസ് ബാറിന് മുകളിലൂടെ പറന്നിരിക്കുന്നു. ബെൽജിയം FCക്ക് അനുകൂലമായ കോർണർ കിക്ക്. റിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു.
ബെൽജിയം എഫ്സിയുടെ കോർണർ കിക്ക്. ഒരു ലോങ് റേഞ്ച് ഷോട്ട്. വീണ്ടും റിഫ്ലക്ഷൻ. വീണ്ടും കോർണർ. രണ്ടാം സെമിഫൈനൽ മത്സരത്തിന്റെ ആദ്യ പകുതി അവസാനിച്ചിരിക്കുന്നു. ഇരു ടീമുകളും ഗോൾ രഹിത സമനില പാലിക്കുന്നു. ഉദയ സംഘടിപ്പിക്കുന്ന ഇൻഡിപെൻഡൻസ് കപ്പ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്ന ടീമിന് അന്തോണിയാർ പിച്ച മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയും 10,000 രൂപ ക്യാഷ് അവാർഡും സംഭാവനയായി നൽകുന്നത് അഭിജിത്ത് ആന്റണി. രണ്ടാം സ്ഥാനം കരസ്ഥമാക്കുന്ന ടീമിന് റൂബൻസ് മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയും 7,000 രൂപ ക്യാഷ് അവാർഡും സംഭാവനയായി നൽകുന്നത് ലിറ്റിൻ ആഞ്ചലീസ്. ഈ രണ്ട് വ്യക്തികൾക്കും സംഘാടക സമിതിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ ടൂർണമെന്റിന്റെ നടത്തിപ്പിനായി കാർമൽ സ്പോർട്സ് ക്ലബിന്റെ വാടക ഇനത്തിൽ 15,000 രൂപ സംഭാവനയായി നൽകുന്ന ആന്റണി പ്ലാസിൻ, സെൽവരാജ് കാർലൂസ് എന്നിവർക്കും സംഘാടക സമിതിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ ടൂർണമെന്റിന്റെ നല്ല നടത്തിപ്പിനായി ഞങ്ങളെ സാമ്പത്തികമായും സാങ്കേതികമായും സഹായിച്ച എല്ലാ നല്ല സുമനസ്സുകൾക്കും സംഘാടക സമിതിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ മത്സരങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യാൻ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന വെബ് സ്ട്രീമിംഗ് ടീമിലെ എല്ലാ സാങ്കേതിക വിദഗ്ധർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ശബ്ദവും വെളിച്ചവും ഒരുക്കി ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന സാജൻ ആന്റണിക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങളോടൊപ്പം ദുബായിൽ നിന്നും തത്സമയ കളി വിവരണമായി ഞാൻ രാജൻ കെ പരുത്തിയൂർ. രണ്ടാം സെമിഫൈനൽ മത്സരത്തിന്റെ രണ്ടാം പകുതി ആരംഭിക്കുകയായി. ഈ ടൂർണമെന്റ് നല്ല രീതിയിൽ അമ്പയറിംഗ് നടത്തി ഞങ്ങളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ജെയിംസ് സാർ, സച്ചിൻ വൈറ്റ്മാൻ, മനോജ്, മറ്റ് റഫറി പാനലിലെ അംഗങ്ങളെ, നിങ്ങളേവർക്കും സംഘാടക സമിതിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ബെൽജിയം എഫ് സിക്ക് അനുകൂലമായ ഗോൾ കിക്ക്. ലോങ് കിക്കായി എടുക്കുന്നു. എതിർ ഗോൾ കീപ്പറുടെ കൈകളിൽ ഒതുങ്ങുന്നു ആ ബോൾ. വീണ്ടും ടിങ്കിൾ സ്റ്റാറിന്റെ മുന്നേറ്റം. ത്രൂ പാസ് അഡ്വാൻസ് ചെയ്തു വന്ന് ഗോൾ കീപ്പർ അപകടം ഒഴിവാക്കുന്നു. ബെൽജിയം എഫ് സിയുടെ ഗോൾ കീപ്പർ. അതിമനോഹരമായ ഇടപെടൽ. ബെൽജിയം എഫ് സിയും ടിങ്കിൾ സ്റ്റാർ വൈറ്റും തമ്മിലുള്ള രണ്ടാം സെമിഫൈനൽ മത്സരത്തിന്റെ രണ്ടാം പകുതി പുരോഗമിക്കുന്നു. ഇതുവരെ ആരും തന്നെ ഗോൾ അടിച്ചിട്ടില്ല. മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് നീളുമോ ഇല്ല, നിശ്ചിത സമയത്ത് തന്നെ റിസൾട്ട് ഉണ്ടാകുമോ? കാത്തിരുന്ന് കാണാം. ആര് ജയിക്കും, ആര് തോൽക്കും? ഇതാ ടിങ്കിൾ സ്റ്റാർ ഫ്രണ്ട്സ് ആദ്യ ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നു ബെൽജിയം എഫ് സിക്കെതിരെ. അതിമനോഹരമായ ഒരു ഫിനിഷിംഗ്. അനിറ്റൻ. ടിങ്കിൾ സ്റ്റാർ വൈറ്റ് ടീമിന് വേണ്ടി അനിറ്റന്റെ അതിമനോഹരമായ ഒരു ഫിനിഷിംഗ്. 1-0 ടിങ്കിൾ സ്റ്റാർ വൈറ്റ് ഇതാ ലീഡ് ചെയ്യുന്നു ബെൽജിയം എഫ് സിക്കെതിരെ. രണ്ടാം സെമിഫൈനൽ മത്സരത്തിന്റെ രണ്ടാം പകുതിയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ടാം സെമിഫൈനൽ മത്സരത്തിൽ ആര് ജയിക്കും, ആര് തോൽക്കും എന്ന് പ്രേക്ഷകർക്ക് പ്രവചിക്കാം. നിങ്ങളുടെ സന്ദേശങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിന് ടിങ്കിൾ സ്റ്റാർ വൈറ്റ് ടീം ലീഡ് ചെയ്യുന്നു. ബെൽജിയം ടിങ്കിൾ സ്റ്റാറിന്റെ താരം പരിക്കേറ്റ് നിലത്ത് വീണിരിക്കുന്നു. റഫറി വീണ്ടും മഞ്ഞ കാർഡ് പുറത്തെടുക്കുന്നു.
അതിമാരകമായ ഒരു ഫൗൾ. റഫറി മഞ്ഞക്കാർഡ് കാണിക്കുന്നു ബെൽജിയം FC-ക്കെതിരെ. ഉദയ ഇൻഡിപെൻഡൻസ് കപ്പിന്റെ രണ്ടാം സെമിഫൈനൽ മത്സരമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ടിങ്കിൾ സ്റ്റാർ FC-ക്ക് അനുകൂലമായ ഫൗൾ കിക്ക് എടുക്കാൻ തയ്യാറെടുക്കുന്നു കെജിസ്റ്റൻ. ടിങ്കിൾ സ്റ്റാർ അനുകൂലമായ ഫൗൾ കിക്ക്. ഷോർട്ട് കിക്കായി എടുത്തിരിക്കുന്നു. വീണ്ടും ടിങ്കിൾ സ്റ്റാറിന്റെ മുന്നേറ്റം. ത്രോയിൻ. ടിങ്കിൾ സ്റ്റാറിന്റെ മുന്നേറ്റം. ഒരു ലോങ് റേഞ്ചർ. അപകടം വിതയ്ക്കാതെ പുറത്തുകേക്ക് പോകുന്ന ബോൾ. സമനിലയ്ക്കായി പോരാടുന്നു ബെൽജിയം FC. സമനില നേടി മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീളുമോ? ഇല്ല. തങ്ങളുടെ ലീഡ് ഉയർത്തി ആധികാരികമായി ടിങ്കിൾ സ്റ്റാർ വിജയിച്ച് ഫൈനലിലേക്ക് കടക്കുമോ? കാത്തിരുന്ന് കാണാം. നിലവിൽ ടിങ്കിൾ സ്റ്റാർ FC ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു. ടിങ്കിൾ സ്റ്റാറിന്റെ മുന്നേറ്റം. ബെൽജിയത്തിന്റെ മുന്നേറ്റം. ഒരു ലോങ് റേഞ്ചർ. ടിങ്കിൾ സ്റ്റാറിന്റെ ക്ലിയറൻസ്. ടിങ്കിൾ സ്റ്റാർ ക്ലിയർ ചെയ്യുന്നു. ബെൽജിയം FC-ക്ക് അനുകൂലമായ ത്രോയിൻ. ഇഗ്നേഷ്യസിന്റെ മുന്നേറ്റം. ഇഗ്നേഷ്യസിന്റെ മനോഹരമായ ഒരു ഫിനിഷിംഗ്. രണ്ടാമത്തെ ഗോളും നേടിയിരിക്കുന്നു ടിങ്കിൾ സ്റ്റാർ വൈറ്റ് FC. ആധികാരികമായ വിജയത്തിലേക്ക് അടുക്കുകയാണ് ടിങ്കിൾ സ്റ്റാർ FC. 2-0. ടിങ്കിൾ സ്റ്റാർ FC ലിഫയുടെ താരമായ ഇഗ്നേഷ്യസിന്റെ അതിമനോഹരമായ ഒരു ഫിനിഷിംഗ്. ഒരു കാർപ്പറ്റ് ഡ്രൈവ്. ബെൽജിയം FC-യുടെ മുന്നേറ്റം. ആശ്വാസ ഗോളിനായുള്ള ഒരു ശ്രമം. ടിങ്കിൾ സ്റ്റാറിന്റെ ഇഗ്നേഷ്യസിന്റെ ഒരു ഇടപെടൽ. ബെൽജിയം FC-യുടെ മുന്നേറ്റം. സ്കോർ കാർഡ് ശ്രദ്ധിക്കുക, അതിൽ ചെറിയ പിഴവുണ്ട്. 2-0 ടിങ്കിൾ സ്റ്റാറാണ് ലീഡ് ചെയ്യുന്നത്. കെജിസ്റ്റന്റെ ട്രിബിളിംഗ്. ടിങ്കിൾ സ്റ്റാറിന്റെ മനോഹരമായ പാസിംഗ്. വീണ്ടും ടിങ്കിൾ സ്റ്റാറിന്റെ മുന്നേറ്റം. ബെൽജിയം തടയിടുന്നു. ബെൽജിയത്തിന് അനുകൂലമായ ഫൗൾ കിക്ക്. വീണ്ടും ബെൽജിയം മുന്നേറുന്നു. ടിങ്കിൾ സ്റ്റാറിന്റെ ക്ലിയറൻസ്. ത്രോയിനായി മാറുന്നു. ബെൽജിയത്തിന് അനുകൂലമായ ത്രോയിൻ. നല്ലൊരു അവസരം ഇതാ കളഞ്ഞു കുളിക്കുന്നു ബെൽജിയം FC. ബെൽജിയത്തിന്റെ മുന്നേറ്റം വീണ്ടും. ടിങ്കിൾ സ്റ്റാറിന്റെ മുന്നേറ്റം. കൗണ്ടർ അറ്റാക്ക്. ലോങ് റേഞ്ചർ. അപകടം വിതയ്ക്കാതെ പുറത്തേക്ക് പോകുന്നു. ഇഗ്നേഷ്യസിന്റെ ലോങ് റേഞ്ചർ.
ഉദയ ഇൻഡിപെൻഡൻസ് കപ്പിന്റെ രണ്ടാം സെമിഫൈനൽ മത്സരമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ബെൽജിയം FC അനുകൂലമായ ത്രോയിൻ. ടിങ്കിൾ സ്റ്റാറിന്റെ മുന്നേറ്റം, ഓപ്പൺ ചാൻസ്, 1-1 ചാൻസിൽ മികച്ചൊരു അവസരം കളഞ്ഞു കുളിച്ചിരിക്കുകയാണ് ടിങ്കിൾ സ്റ്റാറിന്റെ കജിസ്റ്റൻ. ബാക്ക് പാസ്, ഗോൾ കീപ്പറുടെ ക്ലിയറൻസ്. ടിങ്കിൾ സ്റ്റാറിന് അനുകൂലമായ ത്രോയിൻ. ലോങ് ത്രോ അനിറ്റനിലേക്ക്. ബെൽജിയത്തിന്റെ മുന്നേറ്റം, മികച്ചൊരു ഷോട്ട്, ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ പുറത്തു പോകുന്നു. ബെൽജിയത്തിന്റെ മികച്ചൊരു ലോങ് റേഞ്ചർ ഷോട്ട്, അതിമനോഹരമായ ഒരു ബുള്ളറ്റ് ഷോട്ട്. ഗോൾ കിക്ക് ടിങ്കിൾ സ്റ്റാർ. കജിസ്റ്റന്റെ മുന്നേറ്റം, മികച്ചൊരു പാസ്, മികച്ചൊരു കാർപ്പറ്റ് ഡ്രൈവിലൂടെ മൂന്നാമത്തെ ഗോൾ നേടിയിരിക്കുന്നു ടിങ്കിൾ സ്റ്റാർ. ടിങ്കിൾ സ്റ്റാർ ടീമിന് വേണ്ടി മൂന്നാമത്തെ ഗോൾ നേടിയിരിക്കുന്നു അനിറ്റൻ. ഈ മത്സരത്തില് രണ്ടാമത്തെ ഗോൾ നേടിയിരിക്കുകയാണ് അനിറ്റൻ. 8-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കുന്ന ലിഫയുടെ മുൻ താരം അനിറ്റൻ. 3-0 എന്ന സ്കോറിന് ടിങ്കിൾ സ്റ്റാർ ലീഡ് ചെയ്യുന്നു. വീണ്ടും റഫറി മഞ്ഞക്കാർഡ് കാണിച്ച് രണ്ടാമത് റെഡ് കാർഡ് കാണിച്ച് ബെൽജിയം FC-യുടെ 11-ാം നമ്പർ ജേഴ്സി താരത്തിനെ പുറത്താക്കുന്നു. അവസാന നിമിഷങ്ങളിൽ കളി പരുക്കനാകുന്നു. അടുത്ത് ഫൗൾ കിക്കിനായി ടിങ്കിൾ സ്റ്റാർ തയ്യാറെടുത്തു. രണ്ടാം സെമിഫൈനൽ മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. ഇതുവരെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ടിങ്കിൾ സ്റ്റാർ വൈറ്റ് FC മുന്നിട്ട് നിൽക്കുന്നു. ഏകദേശം ചങ്സ് FC-യെ ഫൈനലിൽ നേരിടാൻ ടിങ്കിൾ സ്റ്റാർ ഉണ്ടാകും എന്ന് ഉറപ്പായിരിക്കുന്നു. വീണ്ടും ടിങ്കിൾ സ്റ്റാറിന്റെ മുന്നേറ്റം, ഇഗ്നേഷ്യസ്. ബെൽജിയത്തിന്റെ മുന്നേറ്റം, ആശ്വാസ ഗോൾ നേടുമോ കണ്ടറിയാം. ലോങ് റേഞ്ചർ, ഗോൾ കീപ്പർ അതിമനോഹരമായി കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു. ടിങ്കിൾ സ്റ്റാറിന്റെ ഗോൾ കീപ്പർ, മനോഹരമായ ഷോട്ടും മനോഹരമായ സേവും. മത്സരം അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുന്നു. 3-0 ടിങ്കിൾ സ്റ്റാർ ലീഡ് ചെയ്യുന്നു. ഇഗ്നേഷ്യസിനെ പിൻവലിച്ചുകൊണ്ട് പകരം വേറൊരു താരത്തിനെ കളിക്കളത്തിൽ ഇറക്കുന്നു ടിങ്കിൾ സ്റ്റാർ FC. ഉദയ ഇൻഡിപെൻഡൻസ് കപ്പിന്റെ രണ്ടാം സെമിഫൈനൽ മത്സരമാണ് പുരോഗമിക്കുന്നത്. നിലവിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ടിങ്കിൾ സ്റ്റാർ FC ലീഡ് ചെയ്യുന്നു. മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാം ഫൈനലിസ്റ്റിനെ നിശ്ചയിക്കുവാനുള്ള രണ്ടാം സെമിഫൈനൽ മത്സരമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മത്സരത്തിൽ ടിങ്കിൾ സ്റ്റാർ FC 3-0 എന്ന സ്കോറിന് മുന്നിട്ട് നിൽക്കുന്നു.
കായിക പ്രേമികളെ, ഉദയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന ഇൻഡിപെൻഡൻസ് കപ്പ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ രണ്ടാം സെമിഫൈനൽ മത്സരങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ടിങ്കിൾ സ്റ്റാർ FC ബെൽജിയം FCക്കെതിരെ 3-0 എന്ന സ്കോറിന് മുന്നിട്ട് നിൽക്കുന്നു. മത്സരം എന്തായെന്ന് അറിയാൻ സാധിക്കുന്നില്ല. ഈ ടൂർണമെന്റിന്റെ നല്ല നടത്തിപ്പിനായി സംഘാടകരോട് സഹകരിച്ച എല്ലാ നല്ല വ്യക്തികൾക്കും സംഘാടക സമിതിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഉദയ ഇൻഡിപെൻഡൻസ് കപ്പിന്റെ രണ്ടാം സെമിഫൈനൽ മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. മൂന്ന് 0 എന്ന ഗോൾ കണക്കിൽ ടിങ്കിൾ സ്റ്റാർ മുന്നിട്ട് നിൽക്കുകയാണ്. ഉദയ ഇൻഡിപെൻഡൻസ് കപ്പിന്റെ രണ്ടാം സെമിഫൈനൽ മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ബെൽജിയം FCയെ കീഴ്പ്പെടുത്തി ടിങ്കിൾ സ്റ്റാർ FC ഫൈനലിൽ പ്രവേശിച്ചിരിക്കുന്നു. ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ ടിങ്കിൾ സ്റ്റാർ FCയും ചങ്സ് FCയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഈ ടൂർണമെന്റിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്ന ടീമിന് അന്തോണി അർപ്പിച്ച മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും 10,000 രൂപ ക്യാഷ് അവാർഡും സമ്മാനമായി നൽകുന്നു അഭിജിത്ത് ആന്റണി. രണ്ടാം സ്ഥാനം കരസ്ഥമാക്കുന്ന ടീമിന് റൂബൻസ് മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും 7,000 രൂപ ക്യാഷ് അവാർഡും സംഭാവനയായി നൽകുന്നു ശ്രീമാൻ ലിറ്റിൻ ആഞ്ചലീസ്. ഇവർക്ക് സംഘാടക സമിതിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ടൂർണമെന്റിലെ ഓരോ മത്സരത്തിലെയും മികച്ച താരത്തിന് സ്പൈഡർ ഫാഷൻ ഹബ് നൽകുന്ന മെമന്റോയും അലക്സിസ് സ്പോർട്സ് നൽകുന്ന 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും പ്രോത്സാഹന സമ്മാനമായി നൽകുന്നു. ക്ഷമിക്കുക, മത്സരം അവസാനിച്ചിട്ടില്ല. മത്സരം തുടരുന്നു. 3-0 എന്ന ക്രമത്തിൽ ടിങ്കിൾ സ്റ്റാർ FC ലീഡ് ചെയ്യുന്നു. രണ്ടാം സെമിഫൈനൽ മത്സരത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ബെൽജിയം FCയുടെ മുന്നേറ്റം തടഞ്ഞിരിക്കുന്നു ടിങ്കിൾ സ്റ്റാർ FC. ടിങ്കിൾ സ്റ്റാറിന്റെ മുന്നേറ്റം, ബെൽജിയത്തിന്റെ മുന്നേറ്റം. ബെൽജിയം ആശ്വാസ ഗോൾ നേടുമോ? കാത്തിരിക്കാം. 3-0 എന്ന സ്കോറിന് ടിങ്കിൾ സ്റ്റാർ FC ലീഡ് ചെയ്യുന്നു. ബെൽജിയം FCക്ക് അനുകൂലമായ ഫൗൾ കിക്ക്.
മനോഹരമായ ഒരു ലോങ് റേഞ്ചർ ഗോൾ കീപ്പർ കയ്യിൽ ഒതുക്കുന്നു. ടിങ്കിൾ ഷാന്റെ ഗോൾ കീപ്പറിന്റെ മികച്ച പ്രകടനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടിങ്കിൾ ഷാൻ അനുകൂലമായ ത്രോയിൻ. ലോങ് ത്രോ. ബെൽജിയത്തിന്റെ മുന്നേറ്റം. വീണ്ടും ബെൽജിയത്തിൽ നിന്ന് പന്ത് റാഞ്ചിയെടുക്കുന്നു ടിങ്കിൾ സ്റ്റാർ. ടിങ്കിൾ സ്റ്റാറിന്റെ മുന്നേറ്റം. ബെൽജിയത്തിന്റെ ക്ലിയറൻസ്. അപകടം ഒഴിവായിട്ടില്ല. വീണ്ടും ടിങ്കിൾ സ്റ്റാറിന്റെ കാലുകളിലാണ് പന്ത്. കിജിസ്റ്റൻ. ജോയിയുടെ ഒരു കർവിംഗ് ഷോട്ട് ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ പുറത്തേക്ക് പോകുന്നു. മത്സരം അവസാനിച്ചിരിക്കുന്നു 3-0 എന്ന സ്കോറിന്. ടിങ്കിൾ സ്റ്റാർ FC ബെൽജിയം FC കീഴ്പ്പെടുത്തി ഫൈനലിൽ പ്രവേശിച്ചിരിക്കുന്നു. ഫൈനൽ മത്സരത്തിൽ ചങ്സ് FCയും ടിങ്കിൾ സ്റ്റാർ വൈറ്റ് FCയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ആവേശകരമായ ഈ ഫൈനൽ മത്സരം കണ്ട് ആസ്വദിക്കുവാൻ ഈ നാട്ടിലെ മുഴുവൻ ഫുട്ബോൾ പ്രേമികളെയും കാർമൽ സ്പോർട്സ് ക്ലബിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ മത്സരം വീക്ഷിക്കുന്നവർക്കായി തത്സമയ സംപ്രേഷണം നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളോടൊപ്പം തത്സമയ കളി വിവരണവുമായി ഞാൻ രാജൻ കെ പരുത്തിയൂർ. എന്നെ സഹായിക്കുവാൻ എന്നോടൊപ്പം ഉള്ളത് ഉദയയുടെ മീഡിയ കൺവീനർ നിതീഷ് ജോൺ. ഞങ്ങൾക്കായി മീഡിയ റൂം ഒരുക്കി തന്ന